Good morning, everyone. I am Advocate Amir Shah. നമ്മുടെ ഒരു ലീഗൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേ ടു ഡേ ധാരാളം കോടതി മാറ്റേഴ്സ് വരും. പക്ഷേ അതിലൊരു വലിയ ശതമാനം എന്ന് പറയുന്നത് ലാൻഡ് പ്ലാനുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റേഷൻ ചെക്കിംഗ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. അതിൽ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാട്ടില് പലതരം ഭൂമികളുണ്ട്. നിലം ഉണ്ട്, കരഭൂമി ഉണ്ട്, അതുപോലെ തന്നെ ചില സോണുകൾ, പ്രൊട്ടക്റ്റഡ് സോണുകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വീട് വെക്കാൻ പറ്റും, അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റും, കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല. പക്ഷെ പല സോണിലും നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസുകൾ ഒന്നും പാടില്ല എന്ന് മാത്രമല്ല, പ്രോഹിബിറ്റഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. അത്തരം സോണുകളെ കുറിച്ച് നമുക്ക് നല്ല ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ്, കേരളത്തിലെ ഒട്ടുമിക്ക ഭൂമികൾ നമ്മൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്കറിയാം, പലതും പണ്ട് കാലങ്ങളിൽ നിലം ആയതും അതുപോലെ തന്നെ പിന്നീട് കരഭൂമിയാക്കി മാറ്റിയതും എല്ലാം ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു കൊച്ചി പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 80% ഭൂമിയും കൊച്ചിയുടെ ചുറ്റുപാടും എന്ന് പറയുന്നത് വയലുകളാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കൊച്ചി പോയ ആളുകൾക്ക് അറിയാം, ഇന്ന് കാണുന്ന എല്ലാ ഭാഗങ്ങളും പണ്ട് കാലങ്ങളിൽ നമ്മൾ വയലുകളായിട്ട് കണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാക്കനാടാവട്ടെ, അതല്ലെങ്കിൽ എയർപോർട്ടിന്റെ അവിടെ ആ ഭാഗങ്ങളെല്ലാം തന്നെ ഒരു പാടത്തിന്റെ മുഖച്ഛായ ഇന്നും നമുക്ക് ദൂരെ നിന്ന് നോക്കി അവിടെ കാണാൻ പറ്റും. ഇപ്പൊ കൊച്ചി എയർപോർട്ടിന്റെ ബാക്കിലൊക്കെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കാലടി ട്രെയിനിങ്ങിന് പോകുമ്പോ നമുക്കൊരു 1 ഡേ പ്രോഗ്രാം എന്ന് പറയുന്നത് ആ എയർപോർട്ടിനോട് ചാരുള്ള ഭാഗത്ത് നിന്നിട്ടായിരിക്കും നമ്മുടെ ആക്ടിവിറ്റി പലതും വരുന്നത്. അപ്പോ അവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അത്തരം എല്ലാ സ്ഥലങ്ങളും ഒരു പാടത്തിന്റെ സെന്ററിലാണ് നമ്മുടെ എയർപോർട്ട് കിടക്കുന്നതെന്നും അത് അന്നും ഇന്നും ഒരു പാടത്തിന്റെ മുഖച്ഛായ അതിനുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതെല്ലാം എയർപോർട്ടാണ്, അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റും. പക്ഷെ പല സ്ഥലങ്ങളിലും ഇന്നും അത് നിലം തന്നെയാണ്. നിലം എന്ന ഒരർത്ഥത്തിലാണ് പല ഭൂമികളും കിടക്കുന്നത്. പല സ്ഥലത്തും നമുക്ക് വീട് ഉള്ളതായിട്ട് കാണാൻ പറ്റും. പല സ്ഥലങ്ങളും നമ്മൾ രജിസ്ട്രേഷൻ ചെല്ലുന്ന സമയത്തായിരിക്കും കരഭൂമി എന്ന് പറഞ്ഞെടുത്ത ഭൂമി രജിസ്ട്രേഷൻ ചെല്ലുമ്പോൾ ഡോക്യുമെന്റിൽ നിലമായിരിക്കും. പിന്നെ അതൊക്കെ നമ്മൾ അങ്ങനെ സെറ്റിൽ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ പിന്നെ ഒരു ഭൂമി എന്ന് പറയുന്നത്, നമ്മൾ ഒരാളൊരു വീട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. നമ്മുടെ പ്രൈസിങ് എന്ന് പറയുന്നതും ആ ഭൂമിയുടെ നിലവാരം എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ലൊക്കേഷൻ. ഏത് തരം ആളുകളാണ് അവിടെ താമസിക്കുന്നത്, എത്രയാണ് അവരുടെ ഇൻകം ബ്രാക്കറ്റ്, ഏത് തരം സാലറീഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇൻകം ഗ്രൂപ്പുകളാണ് അവിടെ താമസിക്കുന്നത്, അതൊക്കെ ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ വിലയെ നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അതുപോലെ ചുറ്റുപാടിൽ എന്തൊക്കെ ഉണ്ട്, സ്കൂളുണ്ടോ, ആരാധനാലയങ്ങളുണ്ടോ, ആശുപത്രികളുണ്ടോ, റോഡ് ആക്സസ് ഉണ്ടോ, റോഡ് ഉണ്ടെങ്കിൽ തന്നെ ഏത് തരം റോഡാണ്, നാഷണൽ ഹൈവേ ആണോ, സ്റ്റേറ്റ് ഹൈവേ ആണോ, പോക്കറ്റ് റോഡാണോ, ഇതൊക്കെ അനുസരിച്ച് ഭൂമിയുടെ വിലയും നിലവാരവും മാറിക്കൊണ്ടിരിക്കും. പിന്നെ പല ഭൂമികളിലും നമുക്കറിയാം, മോശമാണെങ്കിലും ടൗണിന്റെ ഉള്ളിലുള്ള ഭൂമിക്ക് അതിൻ്റെതായ വില ഉണ്ട്. അതേ ഭൂമി തന്നെ നമ്മൾ 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ അതിന് വേറൊരു നിലവാരമുണ്ട്. ഇതൊക്കെ ചേർന്ന് വരുമ്പോഴാണ് ഞാൻ ഏത് ഭൂമി എടുക്കും എന്നൊരു ചോദ്യം വരുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ലീഗൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം പല ആളുകളുമായി നമ്മൾ ഇടപെട്ട് വരുമ്പോൾ അവരുടെ ഭൂമിക്ക് യഥാർത്ഥ ഒരു വില കണ്ടെത്തുന്നതിനും, അതുപോലെ ഒരു ബയർ വരികയാണെങ്കിൽ ഏത് വിലക്ക് ആ വസ്തു അദ്ദേഹത്തിന് എടുക്കാമെന്ന് നമ്മൾ ഒരു പ്രൈസിങ് ടാഗ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അവരുടെ ഭൂമി യഥാർത്ഥ വിലക്ക് വിൽക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക്
പലപ്പോഴും അവര് വളരെ കൂടിയ വിലക്കാണ് നമ്മളുമായി സംസാരിക്കുമ്പോൾ അതിന്റെ പ്രൈസിങ് കാണുന്നത്. പക്ഷെ നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ആ ഭൂമിയിൽ ഇത്ര റിസ്ക് നമുക്ക് ഉണ്ട്. ആ റിസ്ക് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന റേറ്റ് ആണ് എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് പലപ്പോഴും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു വശത്ത് നമ്മുടെ മുമ്പില് പിന്നെ സെല്ലറും ഒരു വശത്ത് ബയറും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു വസ്തു വിൽപ്പനക്ക് വരുന്ന ആളുകളെ നമ്മൾ സഹായിക്കുന്നത്. ഒരു ലീഗൽ കൺസൾട്ടന്റ് എന്നതും ഒരു പ്രോപ്പർട്ടി കൺസൾട്ടന്റ് എന്നതും നമ്മൾ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. വാങ്ങുന്നവന് അവന്റെ കൊടുക്കുന്ന ക്യാഷിന് തത്തുല്യമായ ഒരു വസ്തു ലഭിക്കുന്നുവെന്നും വിൽക്കുന്ന ആളുടെ വസ്തുവിന്റെ മൂല്യം ഇത്രയാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആ മൂല്യം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു എന്നതാണ് അതിന്റെ ഒരു മുഖം. രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത് പല ആളുകൾക്കും അവരുടെ വസ്തുവിന് ഇത്ര വില ഇടണമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ബിൽഡിംഗ് വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ ഒരു പ്രൈസിങ് സത്യത്തിൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ആ ബിൽഡിംഗ് വാങ്ങിയ അന്ന് മുതലുള്ള കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത ശേഷം ഇപ്പോഴത്തെ വിലയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അന്ന് വന്നൊരു ഓഫർ എന്ന് പറയുന്നത് വളരെ നല്ല ഓഫറായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം അത് വിൽക്കുകയും വീണ്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് എത്രയാണ് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് അതിലേറെ നല്ലൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഗുണം. സോ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും ധാരാളം പ്രോപ്പർട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിന് വെള്ളമുണ്ടോ, വെള്ളമുണ്ടെങ്കിൽ തന്നെ ഏതുതരം വെള്ളമാണ് നമുക്ക് അവൈലബിൾ, വാഹനം ചെല്ലാൻ പറ്റുമോ, ഏതൊക്കെ വാഹനങ്ങൾ ചെല്ലാൻ പറ്റും, അതുപോലെ തന്നെ ചുറ്റുപാട് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണ്. ഇനിയിപ്പോ അഥവാ നിങ്ങളൊരു നിക്ഷേപകനാണ് എങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് 2-3 വർഷം കഴിഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ലാഭം ലഭിച്ചുകൊണ്ട് നല്ലൊരു റീസെയിലിന് അതിന് സാധ്യതയുണ്ടോ, ഇതെല്ലാം പഠിച്ച ശേഷമാണ് ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ ഒരു പർച്ചേസിങ്ങിന് നമ്മൾ പരിഗണിക്കുന്നത്. സെയിൽസിനാണെങ്കിൽ തന്നെ നമ്മൾ അവരോട് പറയും, വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ന വിലക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭവും കിട്ടും, വാങ്ങുന്ന ആളുകൾക്ക് ഭാവിയിൽ തെറ്റാത്ത ലാഭം അവർക്ക് നേടിയെടുക്കാനുള്ള സ്കോപ്പും അതിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ വസ്തുത എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഇടപാടിന് വേണ്ടി ആളുകളെ കൂടെ ചേർത്ത് നിർത്തുന്നത്. പിന്നെ മറ്റൊരു വിഷയമാണ് നമുക്ക് പല ആളുകൾക്കും ഉള്ളത് പേയ്മെന്റ്. ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിലും 1 കോടി ആണെങ്കിലും 50 ലക്ഷം ആണെങ്കിലും ആ പേയ്മെന്റ് നമ്മൾ കൃത്യമായി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എത്ര കാലം കൊണ്ട് കൈകാര്യം ചെയ്യുന്നു, അതിന്റെ കൃത്യമായ ഒരു കണക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുത്ത് തന്നെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ തന്നെ ആ കാര്യങ്ങളെ ഇടപാടുകൾ നടത്തി കൊടുത്തുകൊണ്ട് രണ്ട് പാർട്ടിക്കും ഒരു വീഴ്ചയും വരാത്ത രൂപത്തിൽ നമ്മളത് തീരുമാനമാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി മാനേജ്മെന്റ് കൺസൾട്ടൻസി കൊണ്ട് ലഭിക്കുന്ന ഗുണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പുതുതായി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസ് എന്നാണ് അതിന്റെ പേര്. ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസ്. എന്താണ് ഫ്ലോറ എന്ന് നോക്കാം. ഫ്ലോറ എന്നതിന്റെ ഒരു യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഭൂമിയെ എവിടെ നോക്കിയാലും ആ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള ഏതാനും കളറുകളും ചിത്രങ്ങളും അടങ്ങി ആ ഭൂമിയെ സുന്ദരമാക്കി നിർത്തുന്ന ഒരു പിക്ചർ എന്നും ഭൂമിയിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ വേനൽക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടും എല്ലാം ഒരേ രൂപം പ്രാപിച്ചുകൊണ്ട് ആ ഒരവസ്ഥയിൽ ആ ഭൂമിക്ക് അങ്ങനെ ഒരു സൗന്ദര്യം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും പച്ച നിറഞ്ഞുകൊണ്ട് പച്ചപ്പ് നിറഞ്ഞ ചെടികളും അതുപോലെ ഒഴുകി കൊണ്ടിരിക്കുന്ന പുഴകളും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിനൊക്കെ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു പദമാണ് ഫ്ലോറ എന്ന് പറയുന്നത്.
സോ നമ്മൾ പിന്നെ ഇതിനിട്ട പേര് എന്നത് ഫ്ലോറ ഗ്രീൻ എന്നാണ്. അതായത് ഫ്ലോറ എന്ന് പറയുന്നതും ഗ്രീൻ എന്ന് നമ്മൾ ചേർത്ത് പറയുന്നതിന് അർത്ഥം വി ആർ റെപ്രസെന്റിങ് അവർ ബ്യൂട്ടിഫുൾ കേരള. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോറ ഗ്രീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഒട്ടുമിക്ക പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടികളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ബിൽഡിങ്സ് ആയിട്ടും പ്ലോട്ടുകളായിട്ടും അതുപോലെ 1 ഏക്കർ 1.5 ഏക്കറൊക്കെ സ്ഥലങ്ങൾ ഒന്നിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മളെ അടുത്ത് എപ്പോഴും നമ്മുടെ പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് അറിയുന്ന ആളുകളുടെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ വസ്തുക്കൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്ലോറയുടെ കൂടെ പ്രൊമോട്ട് ചെയ്യുകയും ഇടപാടുകൾ നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ബയർ ഉണ്ടായിരിക്കുമ്പോൾ, ഒരു സെല്ലർ ഉണ്ടായിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ അതിനൊരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെതായ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും മറ്റ് 2 കക്ഷികളും ഒന്നിച്ചിരുന്ന് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത്. അതുകൊണ്ട് ഒരു ട്രയാങ്കിൾ രൂപത്തിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതും ചർച്ചകൾ നടക്കുന്നതും തീരുമാനങ്ങൾ എത്തുന്നതും എല്ലാം. പലപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു വിഷയമാണ് 6 മാസമോ 1 വർഷമോ ഒക്കെ കാലാവധിയുള്ള പർച്ചേസിങ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാല് അത്തരം ഒരു ഡീൽസിനെ നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ അടുത്തുള്ള ഒട്ടുമിക്ക പ്രോപ്പർട്ടി സെല്ലർ എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും ക്യാപിറ്റലിന് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അവർ വിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഉള്ള ആളുകളാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത് എങ്കിൽ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുകയും ആ ഭൂമിയുടെ കാര്യങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി അത് ഡോക്യുമെന്റ് ചെയ്ത ശേഷം നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, കൊച്ചിയിലാവട്ടെ, അതല്ലെങ്കിൽ കാലിക്കറ്റ് ആവട്ടെ, അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ മറ്റു ഏതൊരു ഭാഗത്തും നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി വേണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള, വളരെ നമുക്ക് പ്രാക്ടിക്കലി വാങ്ങാമെന്നും അതുപോലെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന രൂപത്തിൽ നല്ല പ്രോപ്പർട്ടികൾ നമുക്ക് കാണിച്ചു തരാനും നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ പല പ്രോപ്പർട്ടീസും നമ്മൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ പല വീടുകളും നമ്മളടുത്ത് വരാറുണ്ട്. ഒട്ടുമിക്ക ചെറിയ വീടുകളും വരുന്നത് പലപ്പോഴും നമുക്കത് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, വിൽക്കുന്ന ആളുകൾക്ക് കൂടിയ ലാഭം വേണമെന്ന് പറയുകയും വീണ്ടും അത് നമുക്ക് മറിച്ച് വിൽക്കാൻ ഒരു സ്കോപ്പില്ലാത്ത അവസ്ഥയിൽ മറ്റൊരാളെ കണ്ടെത്തുക എന്നതും, അഥവാ ഒരാൾ താല്പര്യം കാണിച്ചു വന്നാൽ തന്നെ അതിൽ നിന്നും അദ്ദേഹത്തിന് പെട്ടെന്നൊരു ലാഭം എടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ഡീലിന് വരുന്ന വസ്തു എന്ന അർത്ഥത്തിൽ അതിന്റെ പ്രൈസിങ് ടാഗിൽ നിൽക്കാവുന്ന വസ്തുക്കൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ഡീലിലേക്ക് എടുക്കുന്നതും നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നതും. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, വിൽക്കുന്ന ആളുകൾക്ക് എന്താണോ മാർക്കറ്റ് വില അതിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു വില ലഭിക്കുകയും, എന്നാൽ അതേ അവസ്ഥയിൽ വാങ്ങുന്ന ഒരാൾക്ക് പലപ്പോഴും മാർക്കറ്റിലെ ഏറ്റവും നല്ലൊരു നെഗോഷിയേറ്റഡ് പ്രൈസ് നൽകിക്കൊണ്ട് നമുക്ക് അവർക്ക് നല്ലൊരു വസ്തു നമുക്ക് കാണിച്ചു കൊടുക്കാനും എടുത്തു കൊടുക്കാനും കഴിയും. പല വസ്തുക്കളും പലപ്പോഴും നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ അധീനതയിൽ ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ ഇതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ അധീനതയിൽ നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അത് മറിച്ച് വിൽക്കാനുള്ള സ്കോപ്പ് നമ്മൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഒരു ബയർ വന്ന ശേഷം ആ ബയർക്ക് നമ്മളിൽ നിന്നും ആ വസ്തു എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്നതും സെയിൽസ് എന്ന് പറയുന്നതും. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെയും ചെയ്യാറുണ്ട്. എന്തെന്ന് വെച്ചാല്, നമുക്ക് ആ വസ്തു നമ്മൾ നേരിട്ട് വാങ്ങുന്നില്ല, പക്ഷെ ആ സെല്ലറെ സംബന്ധിച്ച് നമ്മളോട് അടുപ്പമുള്ള ആളുകളും നമ്മളുമായി സംസാരിക്കുന്ന ആളുകളും ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അവരുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ റിനോവേറ്റ് ചെയ്യുകയും വീണ്ടും ഒന്ന് ഭംഗിപ്പെടുത്തിയ ശേഷം നമ്മൾ തെറ്റില്ലാത്തൊരു വില നിലവാരത്തിലേക്ക് അതിനെ രണ്ടാമത് റീഡിസൈൻ ചെയ്തുകൊണ്ട് വിൽക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇത് ഒട്ടുമിക്ക വസ്തുക്കൾ വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏതൊരു വസ്തു വിൽക്കുകയാണെങ്കിലും അതിൻ്റെതായ ഒരു ചുറ്റുപാടും ഒരു വ്യക്തതയും കണ്ടാൽ നല്ലത് എന്ന് തോന്നാവുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലിസ്റ്റിങ്ങിലേക്ക് നമ്മൾ ആ പ്രോപ്പർട്ടി എടുക്കുന്നത്.
സോ നിങ്ങൾക്ക് നല്ലൊരു വസ്തു ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് ഡീറ്റെയിൽസ് തന്നാൽ നമ്മുടെ ആളുകൾ അവിടെ വരികയും അത് റെക്കോർഡ് ചെയ്യുകയും നമ്മുടെ ലിസ്റ്റിങ്ങിലേക്ക് വേണ്ടി പരിഗണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വസ്തു വിൽക്കാനുണ്ട് എങ്കിൽ നമ്മളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയും അവരതിന് വില്ലിങ് ആണ് എങ്കിൽ നിങ്ങളുമായി സംസാരിക്കും. നിങ്ങളുടെ വസ്തു നല്ലൊരു ഇടപാടിന് നമ്മൾ പരിഗണിക്കുകയും അത് നടത്തി തരുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരികയും ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ധാരാളം പ്രോപ്പർട്ടീസ് നമുക്ക് വരുന്നുണ്ട്, പക്ഷെ നമ്മളത് വീഡിയോ ചെയ്യുന്നതിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ പ്രൈസിങ്ങും ഒത്തു വന്നാൽ മാത്രമേ നമുക്കത് വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ എൻ്റെ അടുത്തൊരു വസ്തു ഉണ്ട്, അത് ഇന്ന വസ്തുവാണ് എന്ന് പറയുകയും ആ വസ്തുവിനേക്കാൾ കൂടിയൊരു വില തുടക്കത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനർത്ഥം അവരെ ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല. പിന്നെ നമുക്കൊരു മാർക്കറ്റുമായി ബന്ധപ്പെടാത്ത ഒരു പ്രൈസിലേക്ക് നമുക്കൊരു വസ്തുവിനെ നമുക്ക് തോന്നും പോലെ വില ഇട്ടുകൊണ്ട് മാർക്കറ്റിലേക്ക് നമുക്കൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുത്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പരിമിതി നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് നല്ലൊരു വിലക്ക് വിൽക്കണമെന്നും അത് മാർക്കറ്റ് വിലക്ക് വിൽക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളുമായി സഹകരിക്കാം, വിളിക്കാം, ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വസ്തു വാങ്ങണമെന്ന് പറയുന്ന ആളുകൾ ഒരു ചെറിയ ബിൽഡിങ്ങോ അതല്ലെങ്കിൽ ഒരു വീടോ അതല്ലെങ്കിൽ ഒരു വില്ലയോ അതല്ലെങ്കിൽ ഒരു നല്ല സ്ക്വയർ പ്ലോട്ട്, റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്ലോട്ടോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങളുടെ ബജറ്റ്, നിങ്ങൾക്ക് ഇത്ര ബജറ്റ് ഉണ്ട്, അത് റെഡി ബജറ്റ് ആണ് എന്ന് നമ്മളുമായി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബജറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് നല്ലൊരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി അതിനെ തീർച്ചയായും 1-2 വർഷം കൊണ്ട് നല്ലൊരു ലാഭം നേടിയെടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയായി വാർത്തെടുക്കാൻ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി വെൻ യു ഡീൽ വിത്ത് us, ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസ് എന്ന ഒരു സ്ഥാപനമായി നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടി ബൈയിങ് ആൻഡ് സെല്ലിംഗ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്ക് കൃത്യമായി ആ കാര്യങ്ങൾ നമ്മൾ കാണുകയും അതിന്റെ പ്രോപ്പർട്ടി ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് വാല്യുവേഷൻ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് തരികയും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ ബാധ്യത ഇല്ല എന്നും മറ്റു ബാങ്കിലെ ഇടപാടുകളൊന്നും നിലനിൽക്കില്ല എന്നും മറ്റു കോടതികളുടെ ഒരു ഇടപെടലും ആ വസ്തുവിൽ ഉണ്ടായിട്ടില്ല എന്നും അതുപോലെ തന്നെ മറ്റു മൈനർ സ്വത്ത് അല്ലെങ്കിൽ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ ഒഴിമുറി ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതുവരെയുള്ള എല്ലാ വാലിഡ് ഡോക്യുമെന്റും നമ്മൾ കയ്യിൽ കിട്ടിയ ശേഷം മാത്രമാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു സെയിൽസ് എന്ന ലെവലിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. സോ ഡോക്യുമെന്റേഷൻ തരണം. നിങ്ങൾ ഡോക്യുമെന്റേഷൻ എല്ലാം പ്രോപ്പറായി ചെയ്ത ശേഷം ടാക്സ് കോപ്പികളെല്ലാം തന്ന ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലോറ ഗ്രീൻ പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റിലേക്ക് ആ വസ്തു എടുക്കുന്നതും നമ്മൾ ഡിസ്കഷന് മുന്നോട്ട് എടുക്കുന്നതും. സോ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ലോയർ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഡോക്യുമെന്റ് ശരിയാവുക എന്നുള്ളതാണ് നിങ്ങളുടെ വസ്തുവിലേക്ക് ഒരു ഇൻവെസ്റ്റർ കൊണ്ടുവരാനുള്ള ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ പലപ്പോഴും നിങ്ങളിൽ നിന്ന് ഡോക്യുമെന്റ് 10-15 ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമുണ്ട്. ഓരോന്നും ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാം. അപ്പോൾ മിനിമം ഡോക്യുമെന്റേഷൻ ഇത്ര വേണമെന്നും ബാക്കി ഡോക്യുമെന്റേഷൻ ഇത്ര വേണമെന്നും നമ്മൾ കൃത്യമായി നിങ്ങളോട് പറയും.